ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. KSRTC കൊച്ചി ഡബിൾ ഡെക്കർ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള റീൽസൊക്കെ കണ്ടപ്പം പോകാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ അമ്മയും കൂട്ടി ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്തിനാണ് അമ്മേനെ പുറത്ത് കൊണ്ടുവന്നതെന്ന്. അമ്മോട് പറഞ്ഞപ്പോൾ നമുക്ക് പുറത്ത് പോകാമെന്ന് മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ. സോ പിന്നെ അമ്മയ്ക്ക് ഇനി വീഡിയോയിൽ വരാനൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെ കാണും. പിന്നെ നടക്കാനും അമ്മയ്ക്ക് മുട്ടിന് തീരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കൂ. അങ്ങനെ ഞങ്ങൾ ഈ സർവീസ് 2 മണിക്കൂറാണെന്ന് തോന്നുന്നു. പല ടൈമിങ് നമുക്ക് ടൈം സ്ലോട്ട് എടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 4 to 6:30 വരെയുള്ള ടൈമിംഗ് ആണ്. 4:30 4:45 ഒക്കെ ആയി സ്റ്റാർട്ട് ചെയ്തപ്പം. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എറണാകുളം സുഭാഷ് പാർക്കിൻ്റെ അടുത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിലാണ്. സോ വണ്ടി നമ്മൾ കാരണം രാത്രി ആവുമല്ലോ. സോ വണ്ടി ഞാൻ എറണാകുളത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോയിൽ സൗത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, നാച്ചുറലി നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അപ്പം അതുകൊണ്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവുകയാണ്. സൈഡ് അത്യാവശ്യം ഡീസൻ്റ് ആണ്, നീറ്റാണ്. ഓക്കെ, ഒരു വേസ്റ്റ് ബോക്സിനുള്ള ഏരിയ വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നി. ഞങ്ങൾ നേരത്തെ എത്തിയോണ്ട് ഇവിടെ ഇരുന്നു, ആരുമില്ലായിരുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് ഇതിനു വേണ്ടി വന്നോ? അല്ല, നമ്മളിങ്ങനെ ഇവിടെ എവിടെ താമസിക്കണേ? നമ്മള് പുറത്താണ് താമസം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നാട്ടിലെവിടെയാന്ന്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ ഒരു 4:50 ഒക്കെ ആയിട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വീക്ക് ഡേ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങളൊരു 3 ഫാമിലി മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുട പിടിച്ചിരിക്കുകയാണ് വെയിലത്ത് ഇത്ര നേരം ഇരിക്കേണ്ടതെന്ന് ഓർത്തിട്ട്. വണ്ടി മൂവായി കഴിയുമ്പോൾ കുട എടുക്കാൻ പറ്റില്ല നമുക്ക്. സോ എങ്ങനെ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കണ്ടക്ടർ വന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. നമ്മൾ നിൽക്കാൻ പാടില്ല, ഇന്ന റൂട്ടിൽ കൂടെയാണ് പോവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നേ. താങ്ക് യു. കണ്ട് ഞങ്ങൾ ഇവിടെ കളിച്ചിരുന്നു. ടാക്സിൻ്റെ ഇതിലൊക്കെ ഇത് കണ്ടിന് കളിക്കും.
സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എറണാകുളത്ത് മറ്റേ സുഭാഷ് പാർക്കിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് ബാക്കി ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നും 2 ഫാമിലി കയറി. ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ സെറ്റായി. നമ്മൾ ഒരു പറയുന്ന പോലെ എണീറ്റ് നിൽക്കാതൊക്കെ ഇരുന്നാൽ മതി, ബാക്കി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ശരിക്കും നമ്മൾ ഈ മരത്തിൻ്റെ ഒക്കെ തൊട്ട് താഴെ കൂടിയാണ് പോവുക കേട്ടോ. കുറച്ചുകൂടി ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കൈ പൊക്കി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും ഈ ട്രീസൊക്കെ. അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ പോയിരുന്നത്. പിന്നെ ഒരു ഡിഫറെൻറ്റ് വ്യൂ, നമ്മൾ സാധാരണ എപ്പോഴും റോട്ടിൽ കൂടെ പോകുന്ന വെച്ച് നോക്കുമ്പോൾ ഒരു അപ്പർ വ്യൂ കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആണത്. ഒരു 2.5 മണിക്കൂറാണ് മൊത്തത്തിൽ ഈ ഡ്രൈവ് ഉള്ളത്. ശരിക്കും എൻജോയ് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മേലക്കൂടെ പോകുമ്പോൾ നാട്ടുകാർ മൊത്തം നമ്മളെ നോക്കുവേ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ ടച്ചിട്ടിരുന്ന് കുറേ പേർക്ക് ഇരുന്ന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ മറ്റേ സൂവിലൊക്കെ പോകത്തില്ലേ, അതുപോലെയായിരുന്നു സംഭവം. 2.5 മണിക്കൂർ എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. നമുക്ക് മുകളിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് ഐഡിയ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈവൻ കണ്ടക്ടേഴ്സൊക്കെ ആണെങ്കിൽ നോർമൽ ബസ്സിലുണ്ടാവുന്ന പോലെയല്ല, ഭയങ്കര കമ്പനിയാണ് നമ്മളോട്. നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവർ പറയായിരുന്നു കുറച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാരൊക്കെ വന്നാൽ പാട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാമെന്നാണ് പറയുന്നത്.
തോപ്പുംപടിയൊക്കെ കഴിയുമ്പം ഇവർ തന്നെ നമുക്കൊരു കടയിൽ അവിടെ നിർത്തി തരും കേട്ടോ. ചായ കുടിക്കാനൊക്കെ ടൈം തരും. അതൊരു 15 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിക്കാം. തോപ്പുംപടി സൈഡിലും നല്ലൊരു ഏരിയ ഉണ്ട്, വ്യൂ ഉണ്ട് കാണാൻ. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്കും തേവര ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. പക്ഷെ അത് മുകളിൽ നിന്ന് കാണുമ്പോൾ ആ ഭംഗി എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഈ വണ്ടികളുടെ ലൈറ്റിൻ്റെ ഒക്കെ. സോ നല്ലൊരു ട്രിപ്പായിരുന്നു. കാണാത്തവർ, പോവാത്തവരൊന്ന് പോയി നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തി. എല്ലാവരും ഇറങ്ങിയിട്ട് പതിയായിട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അമ്മയ്ക്ക് മുട്ടിന് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ പാവം അമ്മേനെ ഒറ്റയ്ക്ക് ഇരിക്കണു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി. സോ അങ്ങനെ നല്ല ദിവസമായിരുന്നു. അമ്മയെ എൻജോയ് ചെയ്തു. സോ താങ്ക് യു ഗൈസ്.